എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മനുപുത്രനും ഇക്ഷ്വാകു വംശസ്ഥാപകനുമായ ഇക്ഷ്വാകുവിൻ്റെ കഥയാണ്. ശര്യാദിയുടെ സാമ്രാജ്യം ശത്രുക്കളുടെ ആക്രമണത്താൽ ശിഥിലമായപ്പോൾ വൈവസ്വത മനു പുത്രനായ ഇക്ഷ്വാകുവിനെ വിളിച്ച് സൂര്യവംശം നിലനിർത്താനുള്ള ചുമതല അവനെ ഏൽപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള കലകളിലും പ്രാവീണ്യം നേടിയ ഇക്ഷ്വാകുവിൻ്റെ ഭരണത്തിൻ കീഴിൽ അയോധ്യ വളരെ സമ്പന്നമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ രാജ്യത്തെ എല്ലാ ജനങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. ഇക്ഷ്വാകുവിന് ദണ്ഡൻ, വിഗുഷി, നിമി എന്നിവരടക്കം 100 പുത്രന്മാർ ജനിച്ചു. ഹിമാലയത്തിൻ്റെയും വിന്ധ്യൻ്റെയും ഇടയ്ക്കുള്ള ദേശമെല്ലാം ഇക്ഷ്വാകു പുത്രനായ ദണ്ഡന് കൊടുക്കുകയും ദണ്ഡനെ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ദണ്ഡൻ തൻ്റെ ചതുരംഗപ്പടയുമായി അവിടെ എത്തി മധുമത്തം എന്ന നഗരം ചമച്ച് അവിടെ വാസം തുടങ്ങി. ഈ സമയം ശുക്രമഹർഷിയുടെ പുത്രിയായ അര ദണ്ഡൻ്റെ രാജ്യത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ച അരയെ ദണ്ഡൻ ഉപദ്രവിക്കുകയും ഇതറിഞ്ഞ് കോപിഷ്ഠനായ ശുക്രമഹർഷി തൻ്റെ തപശക്തി കൊണ്ട് ദണ്ഡൻ്റെ രാജ്യം അഗ്നിവർഷം ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ ആ രാജ്യത്തിന് ദണ്ഡകാരണ്യം എന്ന പേരുണ്ടായി. മറ്റൊരു പുത്രനായ വിഗുഷിയെ ഇക്ഷ്വാകു കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കാട്ടിൽ പോയി ദേവിയെ തപസ് ചെയ്തുകൊണ്ടിരുന്ന വിഗുഷി ഇക്ഷ്വാകു സ്വർഗലോകം പോകിയപ്പോൾ രാജ്യത്ത് തിരിച്ചെത്തി രാജ്യഭാരം കയ്യേറ്റു. സൂര്യവംശജനും ഇക്ഷ്വാകു വംശസ്ഥാപകനുമായ ഇക്ഷ്വാകുവിൻ്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.